വീട് പാസ്സായെന്ന വില്ലേജ് ഓഫീസിൽ അറിയിപ്പിനെ തുടർന്ന് വീട് പൊളിച്ചു. ബ്ലോക്കിലെത്തി കരാർ വെച്ചപ്പോൾ ഗുണഭോക്താവല്ലെന്ന് പഞ്ചായത്ത് പറയുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ പെരുവഴിയിലായി 60 പിന്നിട്ട ദമ്പതികളുടെ കുടുംബം. ബാവലി ഷാണമംഗലത്തെ 60-കാരനായ മല്ലനും ഭാര്യ കാളിയുമാണ് ദുരവസ്ഥ അനുഭവിക്കുന്നത്. പൊളിച്ച വീടിന്റെ തറയിൽ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് കെട്ടിയ കൂരയ്ക്കുള്ളിലാണ് കാളിയും ഭർത്താവ് മല്ലനും അന്തിയുറങ്ങുന്നത്. ഇവർക്കൊപ്പം ദീപക് മോഹൻ ചേരുകയാണ്. ദീപക് മോഹൻ, ഒരു വലിയ പദ്ധതി പ്രഖ്യാപനം അഭിമാനത്തോടെ അങ്ങ് തലസ്ഥാനത്ത് കൊണ്ടാടുമ്പോൾ, അത് പ്രഖ്യാപനത്തിന്റെ ചടങ്ങൊക്കെ നടക്കാൻ പോകുമ്പോൾ ഈ മനുഷ്യരെ കൂടി ഒന്ന് അറിയേണ്ടതുണ്ട് നമുക്ക്. ഇവരൊക്കെ ഏത് ലിസ്റ്റിൽ പെടുന്നവരാണ് ദീപക്? റോഷ്നി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഇന്ന് വന്നു. പക്ഷേ ഇപ്പോഴും ദാരിദ്ര്യം വിട്ടൊഴിയാത്ത നിരവധി കുടുംബങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. ഇത് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലുള്ള 10-ാം വാർഡാണ്. 10-ാം വാർഡായ ഷാണമംഗലത്തുള്ള ഒരു വീടാണ്. മുൻപ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് തകർന്നു കിടക്കുന്നു. പൊളിച്ചിട്ടൊരു വീടാണ്. വീട് പാസ്സായി എന്ന ഒരു അറിയിപ്പ് കുടുംബത്തിന് ലഭിച്ചു. പിന്നീട് അതിനെ തുടർന്നാണ് വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് മെമ്പറൊക്കെ ആ അറിയിപ്പ് ഇവർ അറിയിച്ചു എന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് ഈ വീടിൻ്റെ ചുമരുകൾ പൊളിച്ചു. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ദിരാഗാന്ധി ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഈ വീട്ടിലായിരുന്നു 62 വയസ്സ് 60-കാരനായ മല്ലനും ഭാര്യ കാളിയും താമസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇവർ പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ അവർ പറയുന്നു വീട് ഇവർക്ക് പാസ്സായിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മളോടൊപ്പം കാളിയുണ്ട്. കാളിയുടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. വീട് പാസ്സായി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പൊളിച്ചത്. വീട് പിന്നെ എഗ്രിമെന്റ് വെച്ചു. ഞാൻ എഗ്രിമെന്റ് വെച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ട് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് എഗ്രിമെന്റ് വെച്ചതല്ല, പ്രൊമോട്ടർ പറഞ്ഞു എഗ്രിമെന്റ് വെച്ചതല്ല, അതിന് പേടിക്കാനൊന്നുമില്ല, അത് പിന്നെ ആയിക്കോളൂ എന്ന്. അങ്ങനെയാണ് ഞാൻ പിന്നെ പോയിട്ട് എഗ്രിമെൻ്റൊക്കെ വെച്ച് ഇത് കഴിഞ്ഞിട്ട് പെണ്ണ് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയിട്ട് ഞാൻ ഡിഎനോട് ചോദിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേരില്ലെന്നാ പറയുന്നത്. റോഷ്നി, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് എന്തായാലും പോകേണ്ടതുണ്ട്. ഇവർ നേരത്തെ സമാധാനത്തോടെ അടച്ചുറപ്പോടു കൂടി കിടന്നിരുന്ന വീടാണ്. ഒളിഞ്ഞു വീഴാറായ വീടായിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ അവർ താമസിക്കുന്ന ഈ വീടിനകത്തുള്ള ഈ മുറിയിലാണ് അവർ താമസിക്കുന്നത്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. നേരത്തെ അതായത് 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയ വീടായിരുന്നു. പക്ഷെ പിന്നീട് ഏത് നിമിഷവും തകർന്നു വീഴാറായ വീടിന് ഊന്നുകാലുകൾ കുത്തി നിർത്തിയായിരുന്നു ഇവരുടെ ജീവിച്ചിരുന്നത്. അതിനിടയിലാണ് വീട് പാസ്സായി എന്ന വിവരം ലഭിച്ചത്. എന്നാൽ പിന്നീട് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് അവർക്ക് വീട് പാസ്സായിട്ടില്ല എന്നാണ്. എന്താണ് നിങ്ങൾ സമീപിച്ചപ്പോൾ അധികൃതർ പഞ്ചായത്ത് അധികൃതർ നമ്മൾ എഗ്രിമെന്റ് വെക്കുകയാണ് ചെയ്തത്. എഗ്രിമെന്റ് വെച്ചിട്ട് അവർ പറയുകയാണ്, നമ്മൾ 2-3 വട്ടം പോയിട്ട് അമ്മ അന്വേഷിച്ചു. ഞാൻ എൻ്റെ മോൻ്റെ 9-ാം മാസം വയറും എടുത്തിട്ടാണ് ഞാൻ പോയത്. അത്രയും ചെയ്തു കൊടുത്തിട്ട് അവരിപ്പോൾ നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറയുകയാണ് ഇങ്ങനെ ഒരാളില്ല, 2 കാളിയുണ്ട്, അതാണ് തെറ്റിദ്ധാരണയ്ക്ക് കാരണം. ഉപഭോക്താക്കളെ തിരിച്ചറിയുന്നില്ല എന്നും കൂടെ അവർ നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ മെമ്പറാണ് പറഞ്ഞിട്ട്, മെമ്പർ പ്രൊമോട്ടർ അവരൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് പോയിട്ട് എഗ്രിമെന്റ് വെക്കുന്നത് തന്നെ. അല്ല, മെമ്പറല്ല, നമ്മൾ പോയി അന്വേഷിച്ച് വന്ന് പിന്നെ പ്രൊമോട്ടർ നമ്മൾ വിളിച്ച് ചോദിക്കുന്നു ആർക്കാണ് നമ്മൾ കോൺട്രാക്ടർ കൊടുക്കുന്നതെന്ന് വിളിച്ച് ചോദിക്കുക ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വീട് പാസ്സായി വരട്ടെ എന്നിട്ട് നമ്മൾ പൊളിക്കാം എന്നുള്ള രീതിക്കായിരുന്നു ഞങ്ങൾ നിന്നത്. പിന്നെ ഞങ്ങൾ 2-ാമതും പോയി പിന്നെ അവിടെ അന്വേഷിച്ചു. അതായത് ട്രൈബലിൽ പോയി അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു കയറിക്കോളും, പകുതി പേർക്ക് ഫസ്റ്റ് ഗേഡ് പകുതിയായിട്ട് കയറുവാണ്, നിങ്ങൾക്കും കയറും, നിങ്ങൾ ആർക്കാ വെച്ച് കൊടുക്കുന്നത് വെച്ച് പണിയെടുക്കാൻ വേണ്ടി കൊടുത്തോളി എന്ന് പറഞ്ഞ് അയാൾ വിട്ടതാണ്. അങ്ങനെയാണ്. ഒരു ദിവസം പോലും സാവകാശം ഞങ്ങൾക്ക് തന്നിട്ടില്ല എടുക്കാൻ. അതായത് ഈ ഒരു സ്ഥലത്തിലുള്ള ഒരു കട്ടിലോ അലമാരയോ മാറ്റാനുള്ള സ്ഥലം പോലും ഞങ്ങൾക്ക് സമയം പോലും അവർ തന്നിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ കോൺട്രാക്ടർ കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ കോൺട്രാക്ടർ കൊടുത്ത് പിന്നെ പകുതി പൊളിച്ചു മാറ്റി കോൺട്രാക്ടർ കൊടുത്ത ആൾ വന്നിട്ട് അന്വേഷിച്ചു. അയാൾ പോയിട്ട് പൈസ കയറാത്തതുകൊണ്ട് അമ്മമ്മയോട് പിന്നെ പോയിട്ട് ഒന്നും കൂടെ ബാങ്കിൽ നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പറയാണ് ഞങ്ങൾക്ക് പൈസ കയറില്ല പറഞ്ഞു. അപ്പോൾ അതെന്താ ചോദിച്ചപ്പോൾ അയാൾ ചോദിച്ചപ്പോഴും പറയാണ് പിന്നെ 2 കാളിയുള്ളത് കൊണ്ട് കാളി ഗിരീഷ് എന്ന് പറഞ്ഞ ആളിലേക്കാണ് പൈസ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടൂല വീട് എന്ന് പറഞ്ഞ് നമ്മൾ ഫണ്ട് കയറില്ല എന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ പ്രൊമോട്ടറെയും മെമ്പറിനെല്ലാം ഞങ്ങൾ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ബാലകൃഷ്ണൻ ഉണ്ട്, അയാള് പ്രസിഡന്റ്, അയാളെ വിളിച്ച് അയാളെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇതുവരെ എന്നെ തിരിച്ചു വിളിച്ച് കാര്യം എന്താണെന്നും പോലും അന്വേഷിച്ചില്ല. മീറ്റിങ്ങിലാണ് ഞാൻ തിരിച്ചു വിളിച്ചോളാം, ഇന്ന കാര്യത്തിനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു പോലും ബാലകൃഷ്ണേട്ടന് ഇതുവരെ എന്നെ തിരിച്ചു വിളിച്ച് കാര്യം എന്താണെന്ന് പോലും അന്വേഷിച്ചില്ല. ഈ വീട് പൊളിച്ചിട്ടിട്ട് ഇത്രയും മാസങ്ങളായി, പക്ഷെ മെമ്പർ എന്ന് പറഞ്ഞൊരു മനുഷ്യയാൾ ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയിട്ട് പോലും ഇല്ല. അയാള് മെമ്പറിന്റെ ഉറപ്പ് കിട്ടിയിട്ടല്ലേ നിങ്ങൾ പൊളിച്ചു? പിന്നീട് എന്താ സംഭവിച്ചത്? മെമ്പർ പറഞ്ഞു ആളി അമ്മയ്ക്ക് വീട് വന്നിട്ടുണ്ട്,
നാസർക്ക് അവരൊക്കെയാണ് വന്ന് പറഞ്ഞത് വീട് വന്നിട്ടുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ആർക്കാ കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് അയാൾ പോയത്. എന്നിട്ട് അവരൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ അത്രയ്ക്ക് ഞങ്ങൾക്ക് ഉറപ്പില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ട് അന്വേഷിച്ചത്. പിന്നെ ട്രൈബൽ ഓഫീസർ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പൈസ കയറും, നിങ്ങൾ കോൺട്രാക്ടർ ആർക്കാ കൊടുക്കുന്നത്. അമ്മ എവിടെ താമസിക്കുന്നത്? ഇടയ്ക്ക് ആന വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ കൂടെയാണ് ആന വരുന്ന സ്ഥലം ഇവിടെ ഒന്നും കിടന്നുറങ്ങാനാവില്ല. ഈ പറമ്പിൽ ഈ തെങ്ങിൻ്റെ അതേ വഴിക്കാണ് ഈ പറമ്പിലോട്ട് കയറുന്നത്. ഇവരെ വിശ്വസിച്ച് ഈ തൂണ് കൊടുത്ത് നിർത്തിയതാണെങ്കിൽ അവർക്ക് ഈ വീട്ടിൽ കിടന്നുറങ്ങായിരുന്നല്ലോ. എഗ്രിമെന്റ് വെച്ചാൽ നമുക്ക് വീട് തരേണ്ടതല്ലേ ഇവര്. എന്നിട്ട് ഇപ്പം ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തപ്പോൾ പിന്നെ അവിടെ വന്ന് പറയുന്നതാണ് അവര് പിന്നെ അതായത് തൊഴിലുറപ്പ് കാർഡ് നമ്പറല്ല മാറിയേക്കുന്നത്, അവരടിച്ച് കയറ്റിയ ആധാർ നമ്പറാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ രേഖകളും കറക്റ്റാണ്, ഞങ്ങൾ കൊടുത്ത എല്ലാ രേഖകളും കറക്റ്റാണ്. പക്ഷെ എന്താ പറയാനുള്ളത്? വീട് വേണം തന്നെയാണ് പറയാനുള്ളത്. എന്താ വീട് വേണം? ഞാൻ എവിടെയാ കിടന്ന് ഉറങ്ങുന്നേ? എൻ്റെ മക്കള് രണ്ട് ആമക്കൾ ദൂരെ ഉണ്ട്, ഒരു പെണ്ണുണ്ട് അവിടെ. പിന്നെ എപ്പോഴും ഇങ്ങനെ എനിക്ക് കച്ചറത്ത് വീട്ടിൽ വന്ന് എനിക്ക് നിന്ന് ഉറങ്ങാനാവില്ല. ഞാൻ ഈ ഷെഡിൽ തന്നെ കിടന്നുറങ്ങുന്നത്. മല്ലഞ്ചേട്ടന് അസുഖങ്ങളെ ബാധിതരാണല്ലേ? ആ, അയ്യോക്ക് പണിയെടുക്കാനൊന്നും പറ്റൂല. ഞാൻ ഒറ്റയ്ക്ക് ഈ തൊഴിലുറപ്പ് എടുത്തിട്ട് വേണം ഞാൻ ഞങ്ങളെ കുടുംബം കഴിയാൻ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നത് ഞങ്ങൾ മഴയൊക്കെ പെയ്യുമ്പോൾ. റോഷ്നി, അതാണ് ഇവിടുത്തെ സാഹചര്യം. നേരത്തെ താമസിക്കാൻ ഇവർക്കൊരു വീടുണ്ടായിരുന്നു, പക്ഷേ അടച്ചുറപ്പുണ്ടായിരുന്ന വീടായിരുന്നില്ല. എന്നാൽ പിന്നീട് പഞ്ചായത്തും വില്ലേജ് ഓഫീസറും ഒക്കെ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി. അതിനെ തുടർന്ന് ഇവരുടെ വീട് പൊളിച്ചു. ഇപ്പോൾ ഇവർ ഈ പൊളിച്ച വീടിനകത്ത് ഷീറ്റ് കെട്ടി മറച്ച ഈ ഒരു കൂരയിലാണ് ഇവർ കിടന്നുറങ്ങുന്നത്. ഇതാണിപ്പോൾ ഇവിടുത്തെ സാഹചര്യം. റോഷ്നി, അതാണ് കിടന്നുറങ്ങാൻ ഉറപ്പുള്ള ഒരു ചായ്പ് പോലും ഇല്ലാതെ ടാർപോളിൻ ഷീറ്റിനു താഴെ ജീവിക്കുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ കേട്ടത്. ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നത്തിനായി അവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അതിൽ അധികൃതർ സാങ്കേതികമായ നൂലാമാലകൾ പറഞ്ഞൊഴിയുമ്പോൾ ഈ മനുഷ്യർ എന്ത് ചെയ്യും, ഇവർ ഏത് പട്ടികയിൽ വരുമെന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണല്ലോ.